എനിക്ക് കുറച്ച് അൺഹീൽഡ് ട്രോമാസ് ഉണ്ടായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലായിരുന്നു എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നതും. ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡൈവേർഷൻ സംഭവിച്ചത് ഫോർ എന്താ പറയുക ഗെറ്റിംഗ് ടു ഓൾഡ്, ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് മാരി എന്നുള്ള ഒരു സംഭവം എൻ്റെ അങ്ങനെയല്ല. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഞാൻ. എനിക്ക് മനസ്സിലായി സംതിങ് റോങ് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ലൈഫ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വെയിറ്റ് കുറയുന്നു, എനിക്ക് ഉറക്കമില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തീരെ സെൽഫ് ലവ് ഇല്ല. ഈ സൈക്കോളജിസ്റ്റുമാർ എന്താണ് അവിടെ ചെയ്യുന്നത്? കാര്യം ഈ സ്റ്റോറി മൊത്തം പറയാൻ വേണ്ടി തന്നെ 7 ദിവസം എടുത്തു. ഞാനന്ന് ആ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയതാണ് എൻ്റെ ലൈഫ്, എൻ്റെ മാരേജ് ലൈഫ് ഇല്ലാതാക്കിയത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ ഇറ്റ്സ് എ വീഡിയോ അബൌട്ട് ഡിപ്രഷൻ ആൻഡ് എൻ്റെ ഡിപ്രഷൻ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയും നമുക്കത് ഓവർകം ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആൻഡ് ദ ചലഞ്ചസ് ഐ ഹാഡ് ഫേസ് അറ്റ് ദാറ്റ് ടൈം, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയും കൂടി അങ്ങ് എടുക്കാമെന്ന് വെച്ചു. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എനിക്ക് വളരെ പ്ലസൻ്റായിട്ട് തന്നെ ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറിൽ ഒരു പ്ലസൻ്റ് ലുക്കിൽ തന്നെ എനിക്കിത് പ്രസൻറ്റ് ചെയ്യാമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരുങ്ങുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഗൈസ്. ഇവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട്, ബിക്കോസ് ഐ ആം എ സ്റ്റാർ. ഓക്കെ ഗൈസ്, ആൻഡ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷാദ രോഗം. വയസ്സായിട്ടുള്ള ആൾക്കാർക്കേ ഡിപ്രഷൻ വരുള്ളൂ, ഇന്ന ജെൻഡറിലുള്ള ആൾക്കാർക്കേ വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പ്രായ, ജാതി, മത, വർഗ, മന്യേ അങ്ങനെയൊക്കെയാണ്, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഡിപ്രഷൻ. അപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണ് എങ്കിൽ എനിക്ക് കുറച്ച് അൺഹീൽഡ് ട്രോമാസ് ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ചൈൽഡ്ഹുഡ് ട്രോമകൾ ഉണ്ടായിരുന്നു. അത് ഹീലായിട്ടില്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. പക്ഷേ അന്നൊന്നും എന്തോ എന്നെ അത് ഭയങ്കരമായ രീതിയിൽ അത് അഫക്റ്റ് ചെയ്തില്ല. പ്രത്യേകിച്ച് എൻ്റെ ഒരു കാര്യങ്ങളിലും അഫക്റ്റ് ചെയ്തില്ല. അതിനെനിക്കിനി അന്ന് അത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലായിരുന്നത് കൊണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല. അന്നതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. പക്ഷേ പോകെ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും അന്നൊന്നും അതെൻ്റെ പഠനത്തിനെ ബാധിക്കുകയോ എനിക്ക് മെമ്മറിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനത്തെ തരത്തിലുള്ള വലിയ ട്രോമാസുകളാണ്. പക്ഷെ അതൊന്നും എന്നെ അധികം എൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഡെയിലി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതൊക്കെ അൺഹീൽഡ് ആയിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നല്ല ബുദ്ധിമുട്ടിലായിരുന്നു ബിക്കോസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. കാര്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലായിരുന്നു എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നതും. ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡൈവേർഷൻ സംഭവിച്ചത്. പക്ഷേ എനിക്ക് കല്യാണത്തിന് മുമ്പേ തന്നെ എനിക്കത് മനസ്സിലായായിരുന്നു, ഹീ ഈസ് നോട്ട് ഫോർ മീ, അല്ലെങ്കിൽ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടും ഓരോ ആൾക്കാർക്കും ഓരോ പർപ്പസാണ്. അന്നത്തെ എൻ്റെ പർപ്പസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫാമിലി പ്രഷർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫാമിലി പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാൻ 25 ആയി, കല്യാണം കഴിക്കണം. അപ്പോൾ ഞാനും അത് കേട്ട് എനിക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു മോട്ടീവ് എൻ്റെ ഉള്ളിലോട്ട് കയറിയ ബിഫോർ എന്താ പറയുക ഗെറ്റിംഗ് ടു ഓൾഡ്, ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് മാരി എന്നുള്ള ഒരു സംഭവം എൻ്റെയും ഒരു മൈൻഡിൽ അങ്ങ് കയറിപ്പോയി. അതുകൊണ്ട് ഐ തോട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, എല്ലാം കല്യാണം കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇതൊരിക്കലും എനിക്ക് എന്താ പറയുക വരാനുള്ളത് വഴി തങ്ങില്ല എന്നൊക്കെ പറയത്തില്ല. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെയല്ല. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഞാൻ. ആൻഡ് അപ്പം അത്
അപ്പം ആ ഒരു എനിക്ക് റിലേഷൻഷിപ്പിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ എന്നെ ബാധിച്ചപ്പോൾ ഞാൻ വളരെ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഞാൻ കാണാത്ത തരത്തിലുള്ള ഒരു ഇമോഷണൽ ഇംബാലൻസ് ആയിരുന്നു എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഒരു മിനിറ്റ് കേസ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് മനസ്സിലായി സംതിങ് റോങ് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഓൾറെഡി ഐ എം വിറ്റ്നസ്സിങ് ആൻഡ് മൈ ലൈഫ് ഈസ് ഡിസ്ട്രോയിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ലൈഫ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം കൊണ്ടും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ച പോലെയേ അല്ല ഒന്നും സംഭവിക്കുന്നത്. ഞാൻ വിചാരിച്ചത് പോലെയും അല്ല സംഭവിക്കുന്നത്. ഞാൻ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. താനും എല്ലാം ഇങ്ങനെ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ചെയ്തൊരു വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു, എന്നിലെ മാറ്റങ്ങളാണെങ്കിലും എല്ലാം. അപ്പോൾ ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ചില്ലായിരിക്കും, ഞാൻ ഹാപ്പി ആയിരിക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല. ഞാൻ ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ബാക്കി ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ആ വീട്ടിലെ പ്രശ്നവും കൂടെ എടുത്തുകൊണ്ട് പോകത്തില്ല. ഓഫീസിൽ എത്തുമ്പം ഓക്കെ, വീട്ടിൽ പോകുമ്പോൾ ആലോചിക്കാം ആ പ്രശ്നത്തിനെ പറ്റി. ഇപ്പോൾ ഓഫീസിൽ ചില്ല് ചെയ്യാം. അതുപോലെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും കൊണ്ട് ഞാൻ വീട്ടിൽ വരത്തില്ല. വീട്ടിൽ വന്ന് വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് ഞാൻ സിങ്ക് ആവും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എനിക്ക് ഓഫീസിൽ പോകാൻ വയ്യ, എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ. ഞാൻ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടെത്തി ലീവ് എടുക്കുമായിരുന്നു. എങ്ങാനും ഓഫീസിൽ പോയാലോ പേരിന് വേണ്ടി ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് അന്നേരം ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ആരുടെടുത്തും ഷെയർ ചെയ്തില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഞാനത് എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് നല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഉമ്മയൊക്കെ അത്രയും സപ്പോർട്ടീവാണ്. എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് എനിക്ക്. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അന്നത് എൻ്റെ ഫ്രണ്ട്സിനോടോ ഈവൻ എൻ്റെ ഉമ്മഅടുത്തെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിൽ ഞാൻ എത്തത്തില്ലായിരുന്നു. പക്ഷെ ഞാനത് ഷെയർ ചെയ്യാതിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഉമ്മ ആണെങ്കിലും ഒക്കെ അവൾ കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, അവൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്ന അവർ, ഞാനൊരു പ്രശ്നം ഉമ്മ വിളിക്കുമ്പോൾ എൻ്റെ സ്വരത്തിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ തന്നെ ഉമ്മ ഭയങ്കര ടെൻസ്ഡ് ആവുന്നത് കണ്ടിട്ടുണ്ട്. നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അവരോട് എങ്ങനെ ഞാൻ ചെന്ന് പറയും ഞാൻ ഹാപ്പി അല്ല, ഞാൻ ഓക്കെ അല്ല, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ എങ്ങനെ ചെന്ന് പറയും? അപ്പോൾ അവരങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആരോടും പറഞ്ഞില്ല. എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നതിലും വേണ്ടിയില്ലായിരുന്നു, ആരോടും പറഞ്ഞില്ല. എല്ലാവരും ഞാനിവിടെ ചില്ലായിട്ട് അടിപൊളിയായിട്ട് എൻ്റെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാനൊരു ഡോക്ടറിനെ കണ്ടുപിടിച്ച്, ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കണ്ടുപിടിച്ച് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി. ഞാൻ ആരെയും വിളിക്കാതെ, ആരോടും പറയാതെ അല്ല പോയത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട്, എൻ്റെ എക്സിമിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കണ്ട ഡോക്ടറിനോട് പുള്ളിയോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആരെങ്കിലും കാണുമോ ഞാനിവിടെ വരുന്നത്? ഇപ്പം എന്നെ അറിയാവുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉമ്മ അടുത്തെന്ന് പറയുമോ, വീട്ടിൽ പറയുമോ, ആരെങ്കിലുമൊക്കെ അറിയുമോ? ഞാൻ എന്തിന് ഈ ഒരു ഫസ്റ്റ് ഇതിൽ പോയിട്ട് തന്നെ ഞാൻ പേടിച്ച് രണ്ടാമത്തെ സെക്ഷന് പോയില്ല. അപ്പോൾ ആദ്യത്തെ തവണ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നത്തിൻ്റെ ഒരു പകുതി പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അന്നത് പോയില്ല. പിന്നെ ഇത് നീണ്ടു പോയി. എൻ്റെ ഈ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും മോശമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വെയിറ്റ് കുറയുന്നു, എനിക്ക് ഉറക്കമില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 24 മണിക്കൂറും ഇരുന്ന് കരയാൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും നല്ലത്. അങ്ങനത്തെ രീതിയിൽ ഞാൻ തന്നെ പുതിയൊരു എന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓഫീസിൽ പോകാത്തത് എൻ്റെ മടി കാരണമാണ്, മടി കൊണ്ടിട്ടായിരിക്കും, ജോലി മടുത്തത് കൊണ്ടിട്ടായിരിക്കും ഒക്കെ എന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ ഞാൻ പോകുന്നത് ഞാൻ പിന്നെ അതിനുശേഷം കുറച്ച് മാസം ശേഷം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറിനെ, നമുക്ക് ഇതുപോലെ ഹോസ്പിറ്റൽ അല്ലാണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് പോലത്തെ ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ കുറച്ച് സൈക്കോളജിസ്റ്റിനെ ഹയർ ചെയ്തിട്ട് നടത്തുന്ന
ഒരു സെൻറ്ററിൽ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് നല്ലൊരു ഡോക്ടറെ തന്നെ എനിക്ക് കിട്ടി. ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങിയത്. ആൻഡ് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. എനിക്ക് തീരെ സെൽഫ് ലവ് ഇല്ല. ഞാൻ വേറെ ആൾക്കാരുടെ ഇമോഷൻസിനാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്. എൻ്റെ സന്തോഷത്തിന് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എനിക്ക് തീരെ സെൽഫ് ലവ് ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അത് ആലിയയുടെ തോന്നലാണ്. സെൽഫ് ലവ് ഇല്ലെങ്കിൽ എങ്ങനെ ആലിയ ഇവിടെ വരും? എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഇപ്പം ആലിയ ഇവിടെ വന്നത് ആലിയയുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രശ്നം മാറി എനിക്ക് ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് എന്നെ ഇഷ്ടമല്ല എങ്കിൽ ഞാൻ എന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഡോക്ടറിനെ കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് എത്തിയെങ്കിൽ എനിക്കത്രയും എന്നെ ഓക്കെ ആയി കാണണം. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഐ വാണ്ട് ടു സേവ് മൈ സെൽഫ് എന്നൊരു തോട്ട് എനിക്കുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് എത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതെ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഈ സൈക്കോളജിസ്റ്റുമാർ എന്താണ് അവിടെ ചെയ്യുന്നത്? കാര്യം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മെഡിസിൻ. ഓക്കെ, മെഡിസിൻ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് പറയാം. പക്ഷേ ഈ സൈക്കോളജിസ്റ്റുമാർ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് വെറുതെ നമ്മുടെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. മാറ്റമുണ്ടാവും ഗൈസ്. ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു എക്സാമ്പിളിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ. അപ്പോൾ അതിനിവർ ഹെൽപ്പ് ചെയ്യും. അവർ നമ്മളെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർ നല്ല രീതിയിൽ നമുക്കൊരു ഗൈഡൻസ് തരും. അതാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഓരോ സെക്ഷനും ഞാൻ പോയി എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എൻ്റെ ജനിച്ച നാൾ മുതൽ ഇപ്പോൾ കറണ്ട് ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു പുള്ളി വിടാണ്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറി മൊത്തം പറയാൻ വേണ്ടി തന്നെ 7 ദിവസം എടുത്തു. അതായത് എൻ്റെ സ്റ്റോറി അത്രത്തോളം ഉണ്ട്. എൻ്റെ സ്റ്റോറി എന്നുവെച്ചാൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയുള്ള സ്റ്റോറി അതൊക്കെ പുള്ളി കേട്ടിരുന്നിട്ട് ഹി ഫൈനലൈസ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, യു ആർ അണ്ടർ എ വെരി ഡീപ്പ് ഡിപ്രഷൻ എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നത്, ഐ ആം അണ്ടർ ഡിപ്രഷൻ എന്നുള്ളൊരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ബ്ലറാവുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടെ നിന്നെന്തോ ക്യാമറയിൽ തണുപ്പ് കാറ്റ് കയറി ഇതാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. എന്നെ എന്തായാലും എൻ്റെ സൗന്ദര്യം കാരണം കാണുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ ഗൈസ്, പുള്ളി എൻ്റെ പല പ്രശ്നങ്ങൾക്കും പല ചിന്തകൾക്കും എനിക്കൊരു ആൻസർ കിട്ടി. പക്ഷെ എന്നാൽ പോലും എൻ്റെ മാരേജ് ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള അതിന് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എ പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഒരു എന്താ പറയുക, എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ദ പ്രോബ്ലം ഈസ് നോട്ട്, ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടായിരുന്നേ. അതായത് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, എൻ്റെ കുഴപ്പമാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ, ഡിപ്രഷൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റമാണ് ഗൈസ്, നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളെ ഓരോ കാര്യത്തിന് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, നമുക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നത് ആണ് ഏറ്റവും വലിയൊരു സിംറ്റം. അപ്പോൾ ഞാനിതാ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ കുറ്റങ്ങളൊന്നും ഞാൻ അധികം കണക്കിലെടുത്തിട്ടില്ല. എല്ലാം ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. അപ്പം എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ആ ഒരു ജേണിയിലൂടെ എനിക്ക് മാറിയെങ്കിലും എൻ്റെ മാരേജ് ലൈഫിലെ പ്രോബ്ലംസുകൾ ഒന്നും അവിടെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇരിക്കുന്നത് അവിടെയാണല്ലോ, എൻ്റെ കറണ്ട് ലൈഫ് അതാണല്ലോ. അപ്പോൾ അത് ഓക്കെ അല്ലെങ്കിലും കംപ്ലീറ്റ്ലി എനിക്ക് ഓക്കെ ആകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാനന്ന് ആ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയതാണ് എൻ്റെ മാരേജ് ലൈഫ് ഇല്ലാതാക്കിയത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ആ ഡോക്ടറിനെ അന്ന് കാണാൻ പോയില്ലായിരുന്നു എങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയാണെങ്കിൽ എനിക്ക് ജീവിച്ച് പോകാമായിരുന്നു, ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ആലോചിക്കണം, എന്ത് മന്ദബുദ്ധിയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് എടുത്ത ആ ഒരു തീരുമാനം അതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്.
അല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ അതിൽ സ്റ്റക്കായി ആ ഒരു ലൂപ്പിൽ പെട്ട് ഞാൻ കിടന്നേനെ. എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റൂല, എന്നാൽ എനിക്കതിൽ മര്യാദയ്ക്ക് ജീവിക്കാനും പറ്റാത്തൊരു ലൂപ്പിൽ ഞാൻ പെട്ടുപോയി. കാര്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങളോ എൻ്റെ കയ്യിലുള്ള പണവും അതൊന്നും എൻ്റെ കയ്യിലുണ്ടായിട്ടൊന്നും എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് ഉറങ്ങി അന്ന് ആ ഒരു സമയത്തൊക്കെ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് എന്നോട് എന്താണ് നിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങണം, എനിക്കൊന്ന് ഉറങ്ങണം, ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. ഇതായിരിക്കും എൻ്റെ ഞാൻ പറയുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ. കാര്യം അത്രയ്ക്കും മോശമെന്ന് പറഞ്ഞാൽ മോശം അവസ്ഥയിലായിരുന്നു. മെയിനായിട്ട് ആരോടും എൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാം, ഞാൻ പറയുന്ന ആൾക്കാരൊന്നും എൻ്റെ ആൾക്കാരല്ല. കാര്യം ഇത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ചുറ്റും, എനിക്കത് പറയുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് അവരോട്ട് എന്നെ ഹെൽപ്പും ചെയ്യുന്നില്ല, എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കൊരു ഉപയോഗവും ഉണ്ടായിട്ടുമില്ല. എനിക്ക് കൂടുതൽ മോശം കോംപ്ലിക്കേഷൻസ് ഉണ്ടായതല്ലാണ്ട് എനിക്ക് യാതൊരു ഉപയോഗവും ഉണ്ടായില്ല. എന്നാൽ എനിക്കൊട്ട് എൻ്റെ ആൾക്കാരോട് അത് പറയാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടിട്ടോ എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടിട്ടോ എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടിട്ടോ ആയിരിക്കാം ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്ക് പറയാൻ എണ്ണമില്ല. അത്രയും പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആത്മഹത്യയെ പറ്റി, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഒരു മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ സെപ്പറേഷനും കൂടി നടക്കുന്നത്. അപ്പോൾ പിന്നെ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലെ ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം തൊട്ടാണ് ദ റിയൽ സ്ട്രഗിളിങ് ഓഫ് ഡിപ്രഷൻ ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാര്യം ഈവൻ എനിക്കൊന്ന് ഒരു ഡോക്ടറിനെ കാണാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒരു തെറാപ്പി എടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടതുമില്ല. വീട്ടുകാരതിനെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ ഞാൻ അധികം എൻ്റെ വീട്ടുകാരെ ഞാൻ ഫിനാൻഷ്യലി ഞാൻ ആരെയും അധികം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്ഷനെ ഞാൻ അവസാന നിമിഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ, അല്ലാണ്ട് തുടക്കം മുതലേ അവരുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചിരിക്കത്തില്ല. അപ്പം നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് ഡിപ്രഷനാണോ അല്ലേ എന്നുള്ളത്? ഞാനപ്പോൾ എനിക്കതൊക്കെ ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം എടുത്തു. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൊച്ചിയിലായിരുന്ന സമയം ഞാൻ വർക്കിന് പോകുമ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് വർക്കിന് പോകാൻ താല്പര്യമില്ല, എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് വയ്യ, മടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കട്ടിലേക്ക് കിടന്നിട്ട് തന്നെ കുറേ നേരം നോക്കിയിട്ട് ഞാൻ മെയിലയക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയും ഞാൻ വരുന്നില്ല, എനിക്ക് ഓക്കെ അല്ല, സുഖമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ച് പറയും. അത് അയക്കുന്ന ആ ഒരു ടൈമിൽ ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ ഹാപ്പിയായി, സമാധാനം, ഇന്നിനി അവിടെ പോയി ഇരിക്കണ്ടല്ലോ, ഇനി അവിടെ പോയി സ്ട്രെസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കും. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും എനിക്ക് റിഗ്രറ്റ് വരും. വെറുതെ ഞാൻ ലീവ് എടുത്തു, വെറുതെ ഇന്ന് പോവായിരുന്നു, എന്തിനു ഞാൻ ഇന്ന് ലീവ് എടുത്തത്, ഇവിടെ വെറുതെ ഇരിക്കാനാ എന്നുള്ള രീതിയിൽ എനിക്ക് കുറ്റബോധം കാരണം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല. നമുക്ക് മടിയാണ് എങ്കിൽ നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ത്രൂ ഔട്ട് ഡേ നമ്മൾ കിടന്ന് ഉറങ്ങും, നമ്മൾ ആ ലീവ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മൾ ഡിപ്രഷനിലാണ് എങ്കിൽ നിങ്ങൾ ആ ത്രൂ ഔട്ട് ആ ഡേ നിങ്ങൾ എന്തിന് ലീവ് എടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആലോചിച്ച് നിങ്ങൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. മടിയാണോ ഡിപ്രഷനാണോ നമുക്ക് അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമുക്ക് എനിക്ക് മെമ്മറി ലോസ്, എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് ചെയ്ത പല കാര്യങ്ങളും ഞാൻ മറന്നുപോയത്. സത്യം, എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നീ ആയതുകൊണ്ടാണ് ഇതൊക്കെ ക്ഷമിച്ചത്, അല്ലെങ്കിൽ ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിന് മാത്രം എന്താ സംഭവിച്ചേ. അവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഞാൻ മറന്നു പോകണു. ഇപ്പം ഞങ്ങൾക്കറിയൊരു കാര്യം ഞാൻ എഴുതി വെക്കും, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്നെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് അപ്പോഴേ എൻ്റെ നോട്ട് പാഡിൽ ഞാനൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആര് പറഞ്ഞു, എന്താണ് ആ പറഞ്ഞ ഡയലോഗ്, എപ്പോഴാണത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ മറന്നുപോകും.
എന്ന് വെച്ചാൽ എന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു തവണ എന്നെ ഇൻസൾട്ട് ചെയ്ത ഒരാളെ ഞാൻ പിന്നെ കാണുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞതാണ്, അവരുടെ അടുത്ത് നീ അധികം മിണ്ടാൻ പോകരുത്, അവരുടെ അടുത്ത് അത്ര നീ അടുക്കണ്ട എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ പിന്നുള്ളൊരു സംഭവമാണ് മെമ്മറി ലോസ് നമുക്ക് സംഭവിക്കും. നമുക്കൊന്നും നമ്മൾ ഓർമ്മയിൽ നിൽക്കാതെ വരും. ഒരു ഹോപ്പ്ലെസ്, ഒരു പ്രതീക്ഷയേ ഇല്ല, ഒരു എംപ്റ്റിനെസ്, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ തോന്നൂലേ, ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ എത്തും. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ ഞാൻ പോയത് വേറൊരു ഡോക്ടറെ അടുത്തായിരുന്നു. കാര്യം ആ പഴയ സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പുതിയ ഞാൻ ഡോക്ടറെ അടുത്ത് ഞാൻ പോയപ്പോഴാണ് ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനത് ഓവർകം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻ്റെ റിയാലിറ്റി ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പഴയതിൻ്റെ പിന്നത്തെ അവസ്ഥയാകുമെന്ന് എനിക്കറിയായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ആ ഒരു ഡിപ്രഷൻ ഫേസിൽ നിന്ന് ഇപ്പുറത്തോട്ട് എന്നെ കരകയറ്റി കൊണ്ടുവന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എഴുതാം, അതായത് നല്ലതും ചീത്തയും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാം, നമുക്ക് വേണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കാൻ പറഞ്ഞു. അവളെന്നെ കൊണ്ട് നല്ലതൊക്കെ പറയിപ്പിച്ചു, മോശമൊക്കെ പറയിപ്പിച്ചു. അപ്പോൾ നല്ലതൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലതൊക്കെ പറയും, നീ ഇതുണ്ടാക്കി പറയുന്നതാണ്, നിനക്കത് വെച്ച്. ഞാൻ ആ വണ്ടി ഓടിച്ച് ഞാൻ വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ നേടിയ പോലെയായിരുന്നു. ഞാനന്ന് പോകുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് വെറും 13 രൂപയായിരുന്നു. ആ 13 രൂപ വെച്ചിട്ടാണ് ഞാൻ പോയത്. അവള് തലയെ മറയ്ക്കാണ്ടാണ് അവൾ വന്നിരുന്ന് നമസ്കാരത്തെ പറ്റി പറയുന്നതാണ്. തീർന്നു, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ആലിയക്ക് ഒരു മണ്ടയിലൊരു റീത്ത് വെക്കാം. അതിനൊന്നും ആർക്കും എന്നെ അതിൽ നിന്ന് തടയാൻ ഒരു മനുഷ്യനിക്ക് ഞാൻ അതിനുള്ള റൈറ്റ് ഞാൻ കൊടുക്കത്തില്ല എന്ന് ഞാൻ